ഹലോ, ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ സ്കൂളിലെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവിടുത്തെ ഓണാഘോഷ പരിപാടികളാണ്. അപ്പോൾ മിക്കവാറും എല്ലാ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഈ ഒരു ഓണാഘോഷ പരിപാടി ഇന്ന് തന്നെ ആയിരിക്കും അല്ലേ. ഇപ്രാവശ്യത്തെ ഓണാഘോഷം വളരെ ചെറിയ രീതിയിലായിട്ട് എല്ലായിടത്തും നടത്തുന്നത്. നമ്മുടെ വയനാട് ദുരന്തത്തിൽ ഒരുപാട് സഹോദരങ്ങൾ നമ്മളെ വിട്ടു പോയതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം നിൽക്കുന്നതുകൊണ്ട് ചെറിയ രീതിയിലാണ് എല്ലായിടത്തും ഓണാഘോഷങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു സന്തോഷത്തിന് ചെറിയൊരു പൂക്കളിടുക, പിന്നെ അവർക്കൊരു ഓണസദ്യ കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ മോനെ ഞാനിതാ ബ്ലാക്ക് കളർ ഷർട്ടാണ് അവന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സെറ്റിൻ്റെ മുണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ആൺകുട്ടികളെ ഒരുക്കിയെടുക്കുക വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെന്ന് പറയുമെങ്കിലും ഇവനെ ഒരുക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അവനെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കട്ടെ. അപ്പം ഞാൻ പറയുകയാണ്, വീഡിയോ എടുക്കുകയാണ്, ഇളകാണ്ടിരിക്കുക, നമുക്കതിൽ കാണേന്നങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് അവനെ കൊണ്ട് ഞാൻ അവിടെ നിർത്തിപ്പിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് ആ ഒരു മുണ്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒട്ടിക്കുന്ന ആ ഒരു മുണ്ട് കേട്ടോ. അപ്പോൾ അവന് നീളം അതിൻ്റെ പാകമാണെങ്കിലും ആ ഒരു അരവണ്ണം ഇവന് അധികം തടിയില്ലാത്തതുകൊണ്ടേ ഞാൻ ലാസ്റ്റ് പിന്നെ കുത്തിയൊക്കെ വന്നു കേട്ടോ എനിക്ക്. ഇന്നെൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത വളരെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 2 മാസം ഒരിത്തിരി ദിവസം കൂടെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ചാനലിൻ്റെ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1000 സബും പിന്നെ അതുപോലെ തന്നെ 4000 മണിക്കൂറും തികഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം ഈ നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 മാസം കൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഇങ്ങനെ മോണിറ്റൈസേഷൻ്റെ ആ ഒരു വക്കിലെത്തിയതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളും ടിപ്സുകളും ട്രിക്സുകളൊക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായിട്ടൊന്ന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഉണ്ണിക്കുട്ടൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എത്രാമത്തെ വാച്ചാണ് മേടിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പോയിട്ട് അങ്ങ് മേടിച്ചതാണ്. അപ്പോൾ അതാ വാച്ചൊക്കെ കെട്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ സെറ്റ് സാരി ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അവനെ കൊണ്ടുവന്നാക്കിയിട്ട് വേണം അങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ടുവന്നാക്കിയിട്ട് വരും. അപ്പോൾ ഞാൻ സാധാ ചുരിദാറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ സ്കൂളിലോട്ട് കുറച്ച് പൂക്കൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ പൂച്ചെടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചെമ്പരത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്പരത്തി ഞാൻ രാവിലെ തന്നെ പറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കവറിലാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ അതാ 10 മണിയായപ്പോൾ ഞങ്ങൾ സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വെയിലൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സ്കൂളിലോട്ട് പോകാം. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനായിട്ട് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ആ മുണ്ടിട്ടുകൊണ്ട് തന്നെ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്റ്റെപ്പുമ്മൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ അവൻ എപ്പോഴും സ്കൂളിൽ വീഴലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അച്ചമ്മയ്ക്കൊക്കെ ടാറ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മൂത്ത ആളുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് ശ്രേയയാണ്. അപ്പോൾ ഈ 3 പേരും കൂടെ വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കാർത്തികിന് ഭയങ്കര നാണക്കേടാവും കേട്ടോ അവരുടെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നരാൻ പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ വെറുതെ എടുത്തു വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് വരുമ്പോഴത്തേക്ക് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ഇവരുടെ കോലൊക്കെ ഒരു അലങ്കോലമായിട്ടുണ്ടാവും. അപ്പം ഞാനിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഞങ്ങളുടെ മുൻപത്തെ മെമ്പറുടെ ആ ഒരു വീട്ടിലാണ്. അപ്പോൾ അവരുടെ തൊട്ടടുത്ത പറമ്പിൽ തന്നെ അവർ കുറേ മല്ലിക ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. തിരുവോണത്തിൻ്റെ അന്നാണ് ഈ ഒരു വീഡിയോസൊക്കെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പൂക്കൾ ഇവർ വിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പൂക്കൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മുന്നേ വന്ന് കണ്ടതിനേക്കാളും വളരെ കുറവ് പൂക്കളെ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോഴത്തേക്കും തിരുവോണത്തിൻ്റെ ദിവസം ആകുമ്പോഴത്തേക്കും പൂക്കളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ അങ്ങ് വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ട് അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആദിദേവ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവന് ഭയങ്കര ഒരു വിഷമമുണ്ട് കേട്ടോ. അവന് വരാത്തതുകൊണ്ട് അവന് കാണുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും ഏകദേശം കുട്ടികളും അതുപോലെ തന്നെ ടീച്ചർമാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ വന്നപ്പോൾ കുട്ടികൾ തന്നെയാണ് അധികം പൂക്കൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ പൂക്കളൊക്കെ ഒന്ന് തരം തിരിച്ച് വെക്കുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ അവരൊക്കെ. അപ്പോൾ കുട്ടികൾ ഈ LP സ്കൂളിലത്തെ കുട്ടികളായതുകൊണ്ട് തന്നെ ഒക്കെ ഇങ്ങനെ ടീച്ചർമാരുടെ വട്ടം ചുറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാർത്തിക്കിൻ്റെ ടീച്ചറാണ്. അപ്പോൾ അവനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വാച്ചൊക്കെ ഒന്ന് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ പൂക്കളൊക്കെ തരം തിരിച്ച് വെക്കുന്ന തിരക്കിലാണ് ടീച്ചർമാരും കുട്ടികളും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ജീവിതം അതുപോലെ തന്നെ കോളേജ് ജീവിതമൊക്കെ കേട്ടോ ഓർമ്മ വരാറുള്ളത്. അപ്പോൾ അത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നാടൻ പൂക്കൾ മക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്.
പിന്നെ അതാ ടീച്ചർമാർ ഇവിടെ ചിത്രം അങ്ങനെ വരക്കുന്നുണ്ട് കേട്ടോ. ഓണപരിപാടികൾ ഒരു 10 മണി മുതൽ 12 മണി വരെ ഉള്ളൂ എന്ന് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒറ്റ പൂക്കളം മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ പരിപാടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസാരക്കളി പോലെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായിട്ടും കുട്ടികളെ അവിടെ ആക്കിയതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ച് പോരുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ സോളാവുഡ് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ വെച്ചിട്ട് ഞാൻ കുറച്ച് മുല്ലപ്പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വിരിഞ്ഞ ടൈപ്പിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കോർത്തെടുക്കുകയാണ്. ഇതൊരു മരത്തിൽ നിന്ന് എടുക്കുന്നതാണ്. എങ്ങനെ അത് എടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കുറേ മുട്ടുകൾ ഉണ്ടാക്കിയതിന് ശേഷം കുറേ ക്ലിപ്പുകൾ, ഹെയർ ബാൻഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പോയിട്ടൊന്ന് കണ്ടേക്കണേ. അപ്പോൾ അതാ നമ്മുടെ പൂക്കളം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ടീച്ചർമാർ ഇട്ടിട്ടുള്ള ഈ പൂക്കളം. അപ്പോൾ ഇത് അവിടുത്തെ സ്കൂളിലെ ടീച്ചർമാരും പിന്നെ നമ്മുടെ കഞ്ഞി വെക്കുന്ന ചേച്ചിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അവരുടെ ആ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുട്ടികളൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോണ വഴിയിൽ എനിക്കൊരു കൊറിയർ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നാളെ ഞാനൊരു സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് ഒരു ഓണം ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം മോന് ഭയങ്കര ദാഹമുണ്ട് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയട്ടെ. അപ്പോൾ ഞാൻ ആ കൊറിയർ എന്താണെന്നുള്ളത് കാണിച്ചു കേട്ടോ നിങ്ങൾക്ക്. അപ്പം ഞാൻ ഒരു 150 രൂപ കേട്ടോ ഈ ഒരു ഇതിന് വില വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആ ഒരു നമ്മുടെ മല്ലികപ്പൂവിൻ്റെ പോലത്തെ സംഭവമില്ലേ, അതാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിലുള്ള ആ ഒരു സംഭവമാണത്. അപ്പോൾ അതൊരു 5 എണ്ണം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചതിനേക്കാളും ഇച്ചിരി നീളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ക്വാളിറ്റിയും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കുറച്ച് പോയെങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു മഞ്ഞയും പിന്നെ ഒരു ഓറഞ്ചും കൂടെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഓറഞ്ച് കളറല്ല വന്നത്, റെഡാണ് കേട്ടോ. പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്യുന്നില്ല. ഇന്ന് വേറൊരു കൊറിയറും കൂടി എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ മോൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് TV ആണ് കേട്ടോ, വലിയ പെട്ടിയായതുകൊണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്കൊരു റിംഗ് ലൈറ്റ് മേടിച്ചിടാമെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ചെറിയൊരു റിംഗ് ലൈറ്റാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളെ ചാനൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് കാരണം ഭയങ്കരമായിട്ട് വെളിച്ചത്തിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ തീരെ വെളിച്ചമില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു റിംഗ് ലൈറ്റിലൂടെ പരിഹരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര സന്തോഷമായി കേട്ടോ ഈ ഒരു സംഭവം കിട്ടിയപ്പോൾ തന്നെ. ഇതിൻ്റെ ലൈറ്റ് 3 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയാണ് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ അങ്ങനെയാണ് സെറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിൽ ഫോൺ വെക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു ട്രൈപോഡ് ഉണ്ട്. അപ്പോൾ അതിലത്തെ അത് വെച്ചിട്ട് ഞാനൊന്ന് റെഡി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.